ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിനെ പറ്റിയാണ്. ഇന്ന് നമുക്കൊരു മോട്ടിവേഷൻ കോട്ടോടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നെവർ ഗീവ് അപ്പ്, ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം. ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യല്. വലിയ വലിയ കാര്യങ്ങൾക്ക് സമയം എടുക്കുക തന്നെ ചെയ്യും. കാരണം എന്ന് പറയുമ്പം MBA എന്ന് പറഞ്ഞ ഒരു വലിയ കടമ്പ നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതിന് ടൈം എടുക്കും. എന്ന് പറയുമ്പോൾ ഇപ്പോൾ IIM കോഴിക്കോട്, IIM ബാംഗ്ലൂർ എന്നുള്ള സ്ഥലങ്ങളിൽ കയറാൻ വേണ്ടി സമയം എടുക്കുക തന്നെ ചെയ്യും. അപ്പം ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യല്. നിങ്ങൾ ആ ഗോളിൽ തന്നെ ഫിക്സായി നിന്ന് പഠിച്ച് കയറണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക്സിനെ പറ്റി പറഞ്ഞായിരുന്നു. നമ്പർ സിസ്റ്റം എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇറാഷണൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ്, ഇമാജിനറി നമ്പർ, റിയൽ നമ്പർ, ഇതിനൊക്കെ പറ്റി നമ്മൾ സംസാരിച്ചായിരുന്നു. എന്ന് പറയുമ്പോൾ ബേസിക് കാര്യങ്ങൾ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ ക്വസ്റ്റ്യങ്ങളായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഇതെങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവണത്, P/Q ഫോമിൽ നമ്മൾ എങ്ങനെ റാഷണൽ നമ്പേഴ്സിനെ എഴുതുന്നു, ഇപ്പം ഡെസിമൽസിനെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലോട്ടാക്കുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കണം. 0.77777 അങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തോന്നാണ്? നോൺ ടെർമിനേറ്റിംഗും ആണ്. നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് എന്തോന്നാണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. എന്നാൽ ഇത് റിപ്പീറ്റിംഗ് നമ്പേഴ്സാണ്. സോ ഇതെന്തോന്നാണ്? ഒരു റാഷണൽ നമ്പറാണ് അല്ലേ? മനസ്സിലായല്ലേ? സോ നമുക്ക് ഇതെങ്ങനെ ഫ്രാക്ഷൻ P/Q, അപ്പോൾ ഇത് റാഷണൽ ഫോമാണ്. റാഷണൽ നമ്പർ ആണെങ്കിൽ ഇതിനെ P/Q ഫോമിലോട്ടാക്കണം. ഒരു ഡെസിമലിനെ എങ്ങനെ P/Q ഫോമിലോട്ടാക്കാമെന്ന് നമ്മൾ പണ്ട് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കണതാണ്. ഇതിനെപ്പറ്റി അത് നമുക്ക് ഒന്നും കൂടി നോക്കാം. സോ നമ്മൾ കഴിഞ്ഞ വട്ടം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ 0.777 റിപ്പീറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കണതിന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യണത്? എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണെങ്കിൽ X = 0.7 എന്ന് പറഞ്ഞിട്ട് ഒരു ബാർ അങ്ങ് ഇട്ട് കൊടുക്കുക. മനസ്സിലായി? സോ ഇത് ഞാൻ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാരണം ചില ക്വസ്റ്റ്യങ്ങളിൽ 0.7 ബാർ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനാണ് ബാർ എന്ന് പറഞ്ഞ് അവർ ഉദ്ദേശിക്കുന്നത്. സോ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. X = 0.7777 എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പം നമ്മൾ പണ്ടുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ ഇതിനെ ഇൻറ്റു 10 വെച്ച് ചെയ്യും. അപ്പോൾ എത്രയാണ്? 10x = 7.77777 അങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കും. ഇതുണ്ട്. അതിനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷനായിട്ട് നമ്മൾ എടുക്കുകയാണ്. സോ നമ്മൾ എന്തോ നോർമലി 2 - 1 ഇക്വേഷൻ ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 9x. 9x എങ്ങനെ വന്ന്? 10 - x എത്രയാണ്? 9x. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 9x എഴുതിയത്. 9x എഴുതി. ദെൻ ഈ 7.77777 നിന്ന് 0.777 മൈനസ് ചെയ്യും. അപ്പം ഈ ഒരു പാർട്ട്, ഈ ഒരു ഡെസിമലിന് ശേഷമുള്ള 0.777ഉം ഈ 7.777ഉം ഈ 0.77ഉം വെട്ടിപ്പോകൂലേ? കാരണം എന്ന് പറയുമ്പോൾ അത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇത് പോയി 0, അതിന് ശേഷം 7. സോ എത്രയാണ്? 7 ആണ് നമുക്ക് കിട്ടണം. സോ X = 7/9. എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ 0.77നെ P/Q ഫോമിലാക്കാൻ വേണ്ടി ഇൻറ്റു 10 ചെയ്തു. അപ്പോൾ എത്ര? 10x = 7.777 എന്ന് പോയി. അതിനെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്തു. അപ്പോൾ എത്രയാണ്? 10x - x എന്ന് പറയുമ്പോൾ 9x = 7. അപ്പോൾ X = 7/9 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് അതേപോലെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് ചെയ്തിട്ട് പറ. X = 0.6666 ഇൻ P/Q ഫോമിൽ എഴുതി ഒന്ന് ചെയ്ത് കാണിട്ട്. സോ അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് കാണിച്ചു തരാം. X = 0.666 ആണെങ്കിൽ, അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തോ ചെയ്യും? ഇൻറ്റു 10 വെച്ച് ചെയ്യും. അപ്പോൾ 10x = 6.6666 എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അപ്പം ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. സോ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ 9x = 6. അതിങ്ങനെ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ 6, ഇത് 6.666 0.66. അപ്പോൾ ഇതെല്ലാം വെട്ടിപ്പോവും. സോ എത്രയാണ്? X = 6/9. അപ്പോൾ എത്രയാണ്? 2/3 ആണ് നമ്മുടെ ആൻസർ. സോ X = 2/3.
സോ ഈ രണ്ട് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ എന്ന് പറയുമ്പം ഒരു ഡിജിറ്റാണ് കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഡിജിറ്റ് എടുക്കുകയും ചെയ്യും. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഡിജിറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം 0.66 എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിപ്പീറ്റ് ചെയ്യണ നമ്പർ നമ്മൾ മേളിലും എഴുതും, ഡിനോമിനേറ്ററിൽ വന്നിട്ട് നമ്മൾ 9 എന്നും എഴുതും. എന്ന് പറയുമ്പം 6/9 ആണ് നമ്മുടെ ആൻസർ. അതെങ്ങനെ വന്ന് ഈ സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ട് 1 ഡിജിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 9 എന്ന് എടുത്തത്. എന്നാൽ ഇത് 0.7575 എന്ന് വരാണെങ്കിൽ നമ്മൾ 2 ഡിജിറ്റ്സ് എടുക്കും എന്ന് പറയുമ്പോൾ 9. ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഇത് 1 ഡിജിറ്റ് എഴുതി വെച്ചോ. ഇത് 1 ഡിജിറ്റ് ആയതുകൊണ്ട് 1 ഡിജിറ്റ് റെപ്പിറ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ നമ്പർ ഡിവൈഡഡ് ബൈ 9. മനസ്സിലായല്ല? മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിനെപ്പറ്റി ആൻസർ പറഞ്ഞു. നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്ത് 0.757575 എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യണം. സോ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? നമ്മൾ നോർമൽ മെത്തേഡ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? കൺവെൻഷൻ മെത്തേഡിൽ എക്സ് ഇസ് ഈക്വൽ ടു 0.7575 അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യണം. അപ്പോൾ അത് ഫസ്റ്റ് ആണെങ്കിൽ 2 എണ്ണം അല്ലേ റിപ്പീറ്റ് ചെയ്യണം. സോ നമ്മൾ എന്തോ ചെയ്യും, നേരത്തെ ഒരെണ്ണം വേണ്ടി നമ്മൾ ഇൻറ്റു 10 ചെയ്ത്, ഇത് 2 എണ്ണം വേണ്ടി ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ 100x എന്ന് പറയുമ്പം 75.75 അങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് മൈനസ് ചെയ്താൽ എത്രയാണ്? 99x പിന്നെ 75. സോ എക്സ് ഇസ് ഈക്വൽ ടു 75/99 ആയിരിക്കും നമുക്ക് കിട്ടണം. ഇത് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ്. സോ ഇതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഒരു ഡിജിറ്റ് വരാണെങ്കിൽ നമ്മൾ 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ, എന്നാൽ 2 ഡിജിറ്റ് വരുമ്പോൾ നമ്മൾ 2 9 വെച്ച് ഡിവൈഡ് ചെയ്യും. എന്ന് പറയുമ്പം എക്സ് ഇസ് ഈക്വൽ ടു 0.75 ബാർ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ 75 നമ്മൾ മേളിൽ എഴുതി, അതിൻ്റെ താഴെ ആണെങ്കിൽ 99 എന്ന് പറഞ്ഞത്. സോ ഇതാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. 3 വെച്ച് കട്ട് ചെയ്യാൻ പറ്റൂലേ? 11 33 ദെൻ 2 ദെൻ ഇവിടെ 1 എടുത്താൽ 5. സോ 25/33 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു 0.979797 അങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 0.979 ആണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 0.979 ആണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എന്തോ ചെയ്യും, ഈ കാറ്റിലൊക്കെ നമുക്ക് ഒരിക്കലും കൺവെൻഷൻ മെത്തേഡ് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല. സോ നമ്മൾ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യണം. സോ അതിനെ P/Q ഫോമിലോട്ട് നമ്മൾ എങ്ങനെ മാറ്റും? എക്സ് ഇസ് ഈക്വൽ ടു 979. ഇപ്പം 3 ഡിജിറ്റ്സ് അല്ലേ? സോ അതുകൊണ്ട് നമ്മൾ 3 9 എഴുതും. നേരത്തെ 1 ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മൾ 1 9, 2 ഡിജിറ്റ് ആയതുകൊണ്ട് 2 9, ഇപ്പോൾ 3 ഡിജിറ്റ് ആയതുകൊണ്ട് 3 9, ട്രിപ്പിൾ 9. 4 ഡിജിറ്റ് വരാണെങ്കിൽ 4 9. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ 5ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എക്സ്പ്രസ് 0.43434643 കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന് ആസ് എ ഫ്രാക്ഷനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ എന്തോന്നാണ് പഠിച്ചത്? എക്സ് ഇസ് ഈക്വൽ ടു 0.643 ബാർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ P/Q ഫോമിലോട്ട് എങ്ങനെ മാറ്റും? എക്സ് ഇസ് ഈക്വൽ ടു 643 ഡിവൈഡഡ് ബൈ 999. മനസ്സിലായല്ല? സോ ഇതേപോലെ ആയിരിക്കും നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യണത്? കൺവെൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാതെ ഈ ഷോർട്ട് കട്ട് യൂസ് ചെയ്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമുക്ക് പല പല ക്വസ്റ്റ്യനിലും നമുക്ക് ഇതേപോലത്തെ ഡെസിമൽസ് വരുമ്പോൾ അതിനെ ഇങ്ങനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 0.143 അങ്ങനെ എക്സെട്ര. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ പഴയതുപോലെ 143 ഡിവൈഡഡ് ബൈ 999 എന്ന് പറഞ്ഞ് ഇട്ട് ആൻസർ ഫിനിഷ് ചെയ്യും. എന്നാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാല 0.143 ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0.143 ബാർ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞതെങ്കിൽ നമുക്ക് പഴയതുപോലെ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ആദ്യം ഇൻറ്റു 10 ചെയ്യും. അപ്പോൾ എത്ര? 10x ഇസ് ഈക്വൽ ടു 1.434343 എന്ന് പറഞ്ഞ് അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ പണ്ടത്തതുപോലെ എന്തോ ചെയ്യും? അടുത്ത് ഈ 43 കൂടി ഇപ്പുറത്ത് കൊണ്ടുവരണ്ടേ? ഇൻറ്റു 100. അപ്പോൾ എത്ര? 1000 എക്സ് ഇസ് ഈക്വൽ ടു 143.434343 അങ്ങനെ കണ്ടിന്യൂ ചെയ്യും.
സോ നമുക്കിത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. സോ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ്? 990 x ഈക്വൽ ടു 142. അപ്പോൾ x ഈക്വൽ ടു എത്ര? 142 ഡിവൈഡഡ് ബൈ 990 എന്ന് വരും. അതിനെ നമ്മൾ വെട്ടിച്ചുമ്പോൾ 71 ഡിവൈഡഡ് ബൈ 145 എന്ന് വരും. ഇതാണ് നമ്മൾ ആൻസർ. സോ നമ്മൾ എങ്ങനെ ചെയ്ത് സോറി 0.143 എന്ന് 434343 എന്ന് പറഞ്ഞ് വരാണെങ്കിൽ നമ്മൾ ആദ്യം 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പം 10x ഈക്വൽ ടു 1.4343 എന്ന് വന്ന് അതിനെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് എഴുതി. എന്നിട്ട് ഈ 40 അപ്പുറത്ത് കൊണ്ടുവരണം. അത് ഇൻറ്റു 100. അപ്പോൾ എത്ര? 1000x ഈക്വൽ ടു 143.433 അങ്ങനെ ഈ രണ്ടിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. x ഈക്വൽ ടു 0.143 എന്ന് പറയുമ്പം 143 ഹൈഫൺ ബാർട്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ഷോർട്ട് കട്ട്സ് മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യണം. കാരണം എന്ന് പറയുമ്പം നമ്മൾ കൺവെൻഷൻ മെത്തേഡ് നമ്മൾ പൊതുവേ കാറ്റിൽ യൂസ് ചെയ്യില്ല. കാരണം നമ്മുടെ ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാറ്റിലെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും നമ്മളെ ടൈമാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യണം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിന്. സോ നമ്മൾ അതിനു വേണ്ടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ ഈ 143നെ അതേപോലെ എഴുതും. എന്നിട്ട് ഈ 434343 എന്ന് പറഞ്ഞാൽ പോകണുണ്ടല്ലോ, അതല്ലാതെ ഒരു ടേം ഇവിടെ ഉണ്ടല്ലോ, അതിന് ഇത് വെച്ച് മൈനസ് ചെയ്യും. എന്ന് പറയുമ്പം ഇപ്പം 243 ആണെങ്കിൽ 243 എന്നാണെങ്കിൽ 243 മൈനസ് 2 അതിന് മുമ്പുള്ള എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യാത്ത ഒരു നമ്പർ ഉണ്ടല്ലോ, അതിന് മൈനസ് ചെയ്യും. ഡിവൈഡഡ് ബൈ ഈ ബാർ ഇട്ടിരിക്കുക, ഈ റിപ്പീറ്റ് ചെയ്യണില്ലേ, അത് എത്ര എണ്ണമാണ് റിപ്പീറ്റ് ചെയ്യണം? 2 എണ്ണം അല്ലേ, 4 3. അപ്പോൾ അതിന് 9 എന്ന് പറഞ്ഞ് എഴുതി. എന്നിട്ട് റിപ്പീറ്റ് ചെയ്യാത്ത ഒരെണ്ണം ഉണ്ടല്ലോ, അതിന് നമ്മൾ 0 എന്നും എഴുതും. അപ്പോൾ എത്രയാണ്? 142 ഡിവൈഡഡ് ബൈ 990. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 71 ഡിവൈഡഡ് ബൈ 445 ആയിരിക്കും നമ്മുടെ ആൻസർ. മനസ്സിലായോ? സോ നമുക്ക് അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാണ്. x ഈക്വൽ ടു 0.14333 എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ഇത് പോവാൻ. അപ്പം 0 പോയിൻ്റ് ആണ്, ഇത് ഈക്വൽ ടു അല്ല, സോറി. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ടൈം വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 0.143 അവിടെ ഹൈഫൺ കിട്ടും. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? 143 മൈനസ് ഈ ടൈം ആദ്യം എഴുതി. എന്നിട്ട് ഇതിന് മുമ്പിലുള്ള ടൈം എത്രയാണ്? 14 ഡിവൈഡഡ് ബൈ എന്നിട്ട് ഏതാണ് കണ്ടിന്യൂ ചെയ്യണം? 3 ആണ് കണ്ടിന്യൂ ചെയ്യണം. അത് എത്ര? ഒരു ടൈം മാത്രമേ കണ്ടിന്യൂ ചെയ്യണുള്ളൂ. അപ്പം 9 ഇട്ട് എന്നിട്ട് എത്ര എണ്ണമാണ് സ്റ്റില്ലായി നിൽക്കണം എന്ന് പറയുമ്പം അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നീങ്ങാതെ നിൽക്കണത് 2 എണ്ണം. അപ്പോൾ 2 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ എത്രയാണ്? 143 മൈനസ് 14 എത്രയാണ്? ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ എത്ര കിട്ടും? 129 ഡിവൈഡഡ് ബൈ 900. ഇത് വെട്ടി ചെയ്യാൻ പറ്റുമോ? 43 ഡിവൈഡഡ് ബൈ 300. ഇതായിരിക്കും നമ്മൾ ആൻസർ. സോ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇതൊന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. സോ നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എത്ര? x ഈക്വൽ ടു 0.279 അങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം x ഈക്വൽ ടു 0.279 ബാർ. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മളെങ്ങനെ ചെയ്താണ് നേരത്തെ ഇരുന്നത്? 279 ആദ്യം എഴുതും. എന്നിട്ട് 79 എന്ന് പറയുന്ന സാധനമാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ബാക്കി എത്രയാണ്? 2. സോ 2 വെച്ച് മൈനസ് ചെയ്യും. എത്ര എണ്ണമാണ് ബാറിലുള്ളത്? അതിനെ 9 എന്ന് എഴുതും. 9 ഒരെണ്ണമാണ് ഉള്ളതെങ്കിൽ 9 മാത്രം. എന്നിട്ട് അതിന് മുമ്പിൽ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. അപ്പം 0. അപ്പം എത്ര കിട്ടും? 277 ഡിവൈഡഡ് ബൈ 990. ഇതിനെ വെട്ടി ചെയ്യാൻ പറ്റുമോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറ. സോ ഇതിൻ്റെ നമ്മൾ കൺവെൻഷൻ മെത്തേഡും കൂടി ഒന്ന് പറയാം. എന്തായാലും നമ്മൾ കൺവെൻഷൻ മെത്തേഡ് പഠിച്ചിരിക്കണമല്ലോ. അപ്പോൾ x ഈക്വൽ ടു 0.279 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ എന്തോ ചെയ്യും? ആദ്യം ഇൻറ്റു 10 ചെയ്യും. അപ്പം 10x ഈക്വൽ ടു 2.7979 എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിന് നമ്മൾ എന്തോ ചെയ്യും? വീണ്ടും 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം 79 ഇപ്പുറത്ത് വരണ്ടേ.
അപ്പം 1000x ഇസ് ഈക്വൽ ടു 279 മൈനസ് 79 കണ്ടിന്യൂ ചെയ്യും. അതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ, ഇതിന് മുമ്പിലത്തെ നമ്മൾ ഫസ്റ്റും രണ്ടാമത്തെ തന്നെ സെക്കൻഡും. അപ്പോൾ സെക്കൻഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 990x ഈക്വൽ ടു 277. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 277/990. അപ്പോൾ എത്ര കിട്ടി? അപ്പം കൺവെൻഷൻ മെത്തേഡ്, നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യണമല്ലേ എളുപ്പം. അതാകുമ്പോൾ നമുക്ക് ഒരു 30 സെക്കൻഡിൻ്റെ അകത്ത് ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്കൊരു ഹോംവർക്ക് ചെയ്തിട്ടാ 0.725525 അങ്ങനെ പോണ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത് 0.36666 അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ഇത് രണ്ട് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് അത് കമൻറ്റ് ബോക്സിൽ ഇട്.